ഹലോ, ഗുഡ് മോർണിംഗ്. ബോൺ വോയേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മടിക്കേരിയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ ബിഗിനിങ് ആണ്. സോ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നതെല്ലാം ഞാൻ മെല്ലെ പറഞ്ഞു തരാം. ലെറ്റ്സ് വാക്ക്. ഞാനിപ്പം ഹിൽ റോഡിലാണുള്ളത്. ഹിൽ റോഡിൽ നിന്ന് ഓംകാരേശ്വര ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം രാവിലെ ഏകദേശം 9 മണിയായിട്ടുണ്ട്. അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് ഈ വഴി നടന്നുകൊണ്ട് നമുക്ക് പോവാം. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഒരു യാത്രയേ ഉള്ളൂ. ആ ഒരു രാവിലത്തെ മടിക്കേരി ടൗണിൽ തിരക്കായി വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു ദിവസം. എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. നടന്ന് ഏകദേശം നമ്മുടെ ടെമ്പിളിൻ്റെ നേരെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. വിശന്ന് കത്താൻ തുടങ്ങിയപ്പോൾ ഞാനൊരു ചായ കുടിക്കുക. അങ്ങനെ ഒരു ചായ കുടിച്ചതിന് ശേഷം നേരെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൻ്റെ മുമ്പിലിരുന്ന് ചായ കുടിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് വിശക്കുന്നുണ്ട്. അമ്പലത്തിലെല്ലാം പോയി സുഖമായിട്ട് തൊഴുത് വരണമെങ്കിൽ വയറിൻ്റെ വിശപ്പ് അടക്കണം. അപ്പം ഇവിടുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഈ ഒരു ചേട്ടനെ ഞാൻ മീറ്റ് ചെയ്തു. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ 40 വർഷമായിട്ട് ഡൽഹി പോലീസിലുള്ളതായിരുന്നു. അപ്പം അവർ റിട്ടയർഡായിട്ട് അങ്ങനെ വരുന്നതാണ്. മൂപ്പർ എന്നോട് ചോദിച്ചു ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, ഞാൻ ടൂറിസ്റ്റാണോ അതെല്ലാം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ടൂറിസ്റ്റ് അല്ല, ഞാൻ ട്രാവലറാണ്. അപ്പം രണ്ടിൻ്റെ വ്യത്യാസം എന്താ അങ്ങനെയെല്ലാം ചോദിച്ചു. സർ ആപ്കാ നാം? ശ്രീനിവാസ് ഗൗഡ. ജസ്റ്റ് നൗ ഐ ഹാവ് മെറ്റ് ഹിം. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ ചായയെല്ലാം കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ സേ ഹായ്, ഹൗ ആർ യു? ഐ ഹാവ് യൂട്യൂബ് ചാനൽ, സോ ഐ എം ഡൂയിങ് സ്മോൾ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവാം. ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലെല്ലാം കയറിയിട്ട് വന്നു. ഇപ്പോൾ നമുക്ക് ഉള്ളിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അമ്പലത്തിലേക്ക് കയറുന്ന വഴി തന്നെ നമുക്ക് ഇടത് ഭാഗത്തായിട്ട് നമുക്ക് എന്താ പറയുക, ഹനുമാൻ്റെ ഒരു അമ്പലം കാണാം. അതാണ് ഈ അമ്പലം. ഹനുമാൻ്റെ അമ്പലത്തിൽ പ്രാർത്ഥിച്ച് നേരെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ഓംകാരേശ്വര എന്നുള്ള പേരിലാണ് ഈ ഒരു അമ്പലം അറിയപ്പെടുന്നത്, ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത്. അപ്പം ശിവലിംഗമാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മടിക്കേരിയിലത്തെ രാജാവായിട്ടുള്ള ലിംഗരാജേന്ദ്ര രണ്ടാമൻ, അപ്പം അവർ ആണ് ഈ ഒരു അമ്പലം പണി കഴിപ്പിച്ചത്. അവർ ആ ഒരു എന്തൊക്കെയോ പൊളിറ്റിക്കൽ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു രാജാവിന് ഒരു ബ്രാഹ്മണനെ കൊല്ലേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ബ്രാഹ്മണനെ കൊന്നതിന് ശേഷം രാജാവിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസസ് ഫീൽ ആവാനും, പിന്നെ ഈ ഒരു ബ്രാഹ്മണൻ്റെ ഒരു ശാപം കേസ് നമുക്ക് ഈ ഒരു രാജാവിന് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു രാജാവ് ഇതിൻ്റെ പരിഹാരാർത്ഥം നമുക്ക് ഈ ഒരു അമ്പലം ഇവിടെ പണിയാണ് ചെയ്തത്. അതായത് വാരണാസിയിൽ നിന്നും കൊണ്ടുവന്ന കല്ലിൽ തീർത്ത ശിവലിംഗമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അമ്പലത്തിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ടാൽ നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. കാരണം 4 മിനാരങ്ങൾ നമ്മൾ ഈ മുസ്ലിം പള്ളിയിലെല്ലാം കാണുന്ന രീതിയിൽ നടുക്ക് വലിയൊരു ഡോം സ്ട്രക്ചറും 4 മിനാരങ്ങളും ചേർന്നിട്ടുള്ള ആ ഒരു മുസ്ലിം ടച്ചുള്ള ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിൽ കുറേ ഗോത്തിക് സ്റ്റൈലുള്ള എന്താ പറയുക ഡിസൈൻസ് നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അമ്പലത്തിൻ്റെതെന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു പുറം മോടി ഈ ഒരു അമ്പലത്തിനുണ്ട്. ഉള്ളിൽ കയറിയ ഭയങ്കര പീസ്ഫുള്ളാണ്, നല്ല രസമുള്ള. ഉള്ളിൽ എല്ലാ തരത്തിലും ആ ഒരു അമ്പലത്തിൻ്റെ എല്ലാ എഫക്റ്റും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഭംഗിയുള്ളൊരു അമ്പലം. ഭയങ്കര എന്താ പറയുക, പ്രാർത്ഥിക്കാനായാലും ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു ആംബിയൻസാണ് നമുക്ക് ഉള്ളിൽ കിട്ടുന്നത്. അപ്പോൾ കയറിയ പാട് തന്നെ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് കണ്ടില്ല, ഈ കോമ്പൗണ്ട് കയറിയ പാട് തന്നെ നമുക്ക് പോണ്ട് കാണാം. നടുക്ക് ഒരു മണ്ഡപം എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു പോണ്ട് ഉണ്ട്.
അപ്പോൾ ആ പോണ്ടിൽ നിറച്ചും കറ്റ്ല എന്ന് പറഞ്ഞ മീനാണ്. വെള്ളം ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് മീനിനെ ഇട്ടിട്ടാണുള്ളത്. അപ്പോൾ നിറച്ചും മീനാണ്. അപ്പം ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു നിർമ്മാണത്തിന് ശേഷം രാജാവിൻ്റെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി, എല്ലാം ഓക്കെ ആയി എന്നാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മടിക്കേരിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു അമ്പലമാണ്. നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്പോട്ട് തന്നെയാണ്. അപ്പം നല്ല ഭക്തിയും പ്രാർത്ഥനയും എല്ലാം ഉള്ള ആൾക്കാരും അല്ലാതെ നമുക്കൊരു ടൂറിസ്റ്റ് വൈബിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരും അത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെക്കോറം കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു അമ്പലം വിസിറ്റ് ചെയ്യുക. നല്ല സുഖമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് മടിക്കേരിയിലത്തെ സ്റ്റേ ഇന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ ഹിച്ചൈക്ക് ചെയ്തുകൊണ്ട് നേരെ സക്കലേശ്പുരയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് റൂമിലേക്ക് പോകാം. എന്തായാലും ഇനി ഭക്ഷണം കഴിക്കണം. രാവിലത്തെ ഫുഡ് അടിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. ഇവിടെ നല്ല ഹോട്ടലുണ്ടോ എന്ന് തപ്പിക്കൊണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. ഇൻ കേസ് നല്ല ഹോട്ടൽ ഇവിടെ ഈ ഭാഗത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ പാരീസ് ഹോട്ടലിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ പാരീസ് ഹോട്ടലിൽ പോകുന്നില്ല. ഇവിടെ ഒരു ഋത്വിക ക്യാൻറ്റീൻ ഉണ്ട്. ഈ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് അടിക്കാം. എന്തായാലും അങ്ങനെ പലാവും കോഫിയും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കയറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഫുഡ് അടിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് പോകാം.